അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് പാഷൻ ഫ്രൂട്ട്. ഇത് നല്ലൊരു പാനീയം കൂടിയാണ്. ഇതങ്ങനെ കടയിലൊന്നും കിട്ടാറില്ല. ഇതിൻ്റെ 1 കിലോയ്ക്ക് 250 രൂപയാണ് വില. ചിലവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ നമുക്കിത് കൊണ്ടൊന്ന് അടിപൊളി ഒരു ജ്യൂസ് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ ഏതായാലും ഇതൊന്ന് 1-2 കൂടി അറുത്ത് ജ്യൂസ് അടിക്കുകയാണ്. നമുക്കങ്ങനെ 4-5 പാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ എടുത്തിട്ട് നന്നായി ഇങ്ങനെ മുറിക്കുക. ഉണ്ടോ? ഇനി ഇതിൻ്റെ ഈ ഉള്ളിലെ ഈ പഴമാണ് നമ്മൾ ജ്യൂസ് അടിക്കാൻ എടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളത്തെ മാത്രം എടുത്ത് മിക്സി ജാറിലേക്ക് ഇടുക. നന്നായി ഇടുക. കുരു നമുക്ക് മാറ്റാൻ കഴിയില്ല. അത് നമുക്ക് അരച്ചതിന് ശേഷം അരിച്ചെടുക്കാം. അങ്ങനെ എല്ലാം മുറിച്ച് മിക്സിയിലേക്ക് ഇടുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യാനുസരണം പഞ്ചസാര ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ നമുക്കിത് അരച്ചെടുക്കാം. പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ആയിരിക്കുകയാണ്. പിന്നെ ഏതായാലും ഞാനത് കുടിക്കാൻ പോവാണ് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നമ്മളിത് ഏതായാലും ഒന്ന് കുടിച്ചോട്ടെ. മോനെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നിങ്ങളും ഇതേപോലത്തെ ജ്യൂസ് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ബൈ.